നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാരാഫിലിക് ഡിസോർഡറിനെ കുറിച്ചാണ്. ഇതിനെ സെക്ഷൽ പെർവസീവ് ഡിസോർഡർ എന്നും പറയും. ലൈംഗിക വ്യതിയാനങ്ങളെ കുറിച്ചാണ് ഈ സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സിൽ പറയുന്നത്. അതായത് ലൈംഗികാസക്തി നിയന്ത്രിക്കാനാവാതെ വരിക, അല്ലെങ്കിൽ ലൈംഗികതയുമായി ബന്ധമില്ലാത്ത വസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ അമിതമായ ആസക്തി തോന്നുക, അല്ലെങ്കിൽ പങ്കാളിക്ക് സമ്മതമില്ലാത്ത രീതിയിലുള്ള ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാം. ഇതുപോലെയുള്ള ബിഹേവിയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ചെയ്യുകയും അത് അയാൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടും ഹ്യൂമിലിയേഷൻസും ഡിസ്ട്രെസ്സും ഒക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് സെക്ഷൽ പെർവസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാനുള്ളൊരു കാരണം കുട്ടിക്കാലത്തോ അതിനുശേഷമൊക്കെ നേരിട്ട ലൈംഗിക ചൂഷണത കൊണ്ടൊക്കെ വരാറുണ്ട്. മാനസിക സമ്മർദ്ദം കൊണ്ട്, മസ്തിഷ്കത്തിൻ്റെ വികാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഫാൻറ്റസീസ് ആയിരിക്കും ഉണ്ടാവുക. ഒളിഞ്ഞു നോക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അതിൽ സെക്ഷൽ പ്രഷർ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇറക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കാണുക. ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസിനെയാണ് ഈ സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ പെരുമാറ്റങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. സാധാരണയായിട്ട് സൈക്കോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം, ഇപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്, അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇത്തരം സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റേണ്ടതാണ്. സാധാരണയായിട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടും അത് പറയാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് കൂടുതലും ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിള്ളലുകൾ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനായിട്ട് സംസാരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. പക്ഷേ ഇത് തുറന്നു പറയാതെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയും ഇത് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സ് കുറേ ഉണ്ട്. ഈ ഡിസോർഡേഴ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. താങ്ക് യു.